അല്ല എന്താ മനസ്സിലായില്ല, കുറച്ച് ദിവസം ഗ്യാപ്പ് കിട്ടിയപ്പോൾ എല്ലാം മറന്നുപോയ അമ്മ? ആരും വിഷ് ചെയ്തില്ല, ഒന്നുമില്ല. ഹായ്, ഗുഡ് മോർണിംഗ്. അതൊന്നും അല്ല, എന്തായാലും കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് തുടങ്ങല്ലേ, അപ്പം മെലോഡിയസ് ആയിട്ട് അങ്ങനെ തുടങ്ങാമെന്നല്ലേ? ഒരു സുപ്രഭാതം നല്ല സന്തോഷമായിട്ട് സംഗീതമായിട്ട് തുടങ്ങാൻ നമ്മൾ വിചാരിച്ചിട്ടുണ്ടാവും അമ്മ. അപ്പം അമ്മ ഒന്ന് ഉഷാറായെന്ന് അവർക്കൊന്ന് അറിയിക്കും വേണം, വേണ്ടേ? ശരിക്കും എന്ത് തോന്നി കുറേ ദിവസത്തെ ഗ്യാപ്പൊക്കെ വരുമ്പോൾ? എന്താണ് തോന്നിയത്? പറഞ്ഞറിയിക്കാൻ പറ്റാത്ത എന്തൊരു ഒരു കമ്മ്യൂണിക്കേഷൻ കട്ടായ പോലെ അല്ലേ? അക്ഷരങ്ങളാൽ ആരോ നമ്മളെ സ്നേഹിക്കുന്നു, അവർക്ക് അക്ഷരങ്ങളാൽ നമ്മൾ മറുപടി കൊടുക്കുന്നു. അത് ഇല്ലാണ്ടായിപ്പോയോ? കുറച്ച് ദിവസത്തെ ഗ്യാപ്പ് വരുമ്പോൾ അത് ഇല്ലാണ്ടൊരു സുഖമില്ല നമുക്കൊരു തോന്നലല്ലേ? അതെ 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 അതെ, തീർച്ചയായിട്ടും അല്ലേ? നമ്മുടെ ദിവസം ഒരാളെ ഓർത്തിട്ട് ഗുഡ് മോർണിംഗ് അയക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് തോന്നില്ലേ, അയ്യോ ഇന്ന ആളുടെ ഗുഡ് മോർണിംഗ് എന്തുകൊണ്ടെന്ന് വന്നില്ല എന്ന് തോന്നുന്ന പോലെ നമ്മുടെ ചില വീഡിയോകൾക്ക് അവർ അയക്കുന്ന മെസ്സേജുകളിലൂടെ അമ്മേനെ അന്വേഷിക്കുമ്പോൾ അമ്മയ്ക്ക് ഇതിനുള്ള മറുപടി കൊടുക്കുമ്പോൾ ആ അമ്മ അറിയാതെ അമ്മയുടെ ഒരു സന്തോഷമാണത് അല്ലേ? മനസ്സിലാക്കി കൊടുക്കാൻ പറ്റാത്ത സന്തോഷം എനിക്ക് ആരൊക്കെയോ ഉണ്ട്. അതുപോലെ എനിക്ക് സ്നേഹിക്കാനും എന്നെ സ്നേഹിക്കാനും ആരൊക്കെ ഉണ്ട് തോന്നുന്നുണ്ട്. ആ സന്തോഷം ഊർജ്ജമായതുകൊണ്ടായിരിക്കും ആദ്യം തന്നെ പാട്ടായിട്ട് വന്നത് അല്ലേ? ആണോ? പക്ഷേ ആ പാട്ടിൻ്റെ പാലാഴിക്കടവിൽ എന്താണ് നീരാട്ടിനിറങ്ങിയതോ? അല്ലമ്മ, ഇത്രയും വയ്യാണ്ടാവണം അമ്മ ഈ കടവിലൊക്കെ പോയിട്ട് നീരാട്ടിനിറങ്ങാൻ പറ്റിയ സമയമാണത്? എന്നിട്ട് നീരാടിയിട്ട് വേണം നമുക്ക് ഇനി അടുത്തൊരു 4-5 ദിവസം കൂടി ലീവ് എടുക്കാം അല്ലേ? അല്ല അമ്മ ശരിക്കും മടിച്ചായോ? കൊല്ലും ഞാൻ, വേണ്ടാത്ത പറയരുത്. അല്ല പിന്നെ അത് വേണം. അങ്ങനെ സ്റ്റൗ കത്തിച്ചു. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് എന്താണെന്ന് പറഞ്ഞാൽ ഒരു പയറ് മെഴുക്ക് പുരട്ടിയോ ഉപ്പേരിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയാം. മെഴുക്ക് പുരട്ടി പറയാം, ഉപ്പേരി പറയാം അല്ലേ? അങ്ങനെ. അപ്പോൾ പയറ് നന്നാക്കി കഴുകി വൃത്തിയാക്കി വെച്ചു. അതിന് വേണ്ട സാധനം കടലപ്പരിപ്പ്, ഉഴുന്നുപരിപ്പ്, ഉണക്കമുളക്, ചെറിയുള്ളി, പച്ചമുളക്, വെളുത്തുള്ളി, കറിവേപ്പില, കടുക്. ഇത്ര സാധനം മാത്രം മതി. നാളികേരം വേണ്ട, ഇവിടെ ഇടുന്നത് വേണ്ട. അയ്യേ, അതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഇടില്ല. ഓക്കെ. എന്തൊക്കെ അടുക്കളയിൽ വരുമ്പോ എന്തൊക്കെയാ പറയേണ്ടതെന്നുള്ളത് പോലും ഞാൻ മറന്നുപോയി പാവം. അതെ. അപ്പൊ കുറച്ച് എണ്ണ ഒഴിച്ചു. പക്ഷെ പേടിക്കാനില്ല, വായ തുറന്നാൽ നിർത്താത്തൊരു മകൻ അടുത്തുള്ളത് കൊണ്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ട് പൊക്കോളൂ അമ്മ. അതേന്നോ? എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ അപ്പം കയറി പിടിക്കുക. അതേന്ന്. എണ്ണ ചൂടായിട്ട് നമുക്ക് ഇത്തിരി കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടട്ടെ, പടപടപടപടാന്ന് പൊട്ടട്ടെ. അങ്ങനെ വേണം, ചടപടാന്ന് അങ്ങനെ വേണം. ഇത് അമ്മേനെ പറയണ കടുകിനെ പറയണമ്മ? അതുപോലെ ചടപടാന്ന് ഇപ്പൊ അമ്മ പൊട്ടു അമ്മ. ഓക്കെ. അതെ, എന്നെ പോലെ എന്ന് പറഞ്ഞു ഞാൻ അമ്മക്ക് ഒരു ചെറിയൊരു കഥ പറഞ്ഞു തരാം. ഒരു കുഞ്ഞിന്റെ അമ്മയുടെ കേട്ടോ. അത് കഥയല്ല, ചെറിയൊരു കാര്യം പറഞ്ഞു തരാം. കുഞ്ഞ് ആരായിക്കോട്ടെ, അല്ല അത് കുഞ്ഞ് ആര് വേണമെങ്കിലും ആവാം, മനസ്സിലായില്ലേ? അത് ഒരു കാൽപ്പനികം മാത്രം, ഒന്ന് ചിന്തിച്ചു നോക്കൂ. എന്തിനാ ഞാൻ പറഞ്ഞറിയോ? നിന്നെപ്പോലെ എന്ന് പറഞ്ഞില്ലേ, ചീത്ത കേട്ടാൽ മാത്രമേ ശരിയാവുള്ളൂ, നിന്നെപ്പോലെ എന്ന് പറഞ്ഞില്ലേ? അതിന് ഞാനൊരു കാര്യം പറഞ്ഞുതരാം കേട്ടോ. കഥയൊന്നും അല്ല കേട്ടോ, ഒരു ചെറിയൊരു കാര്യം. ഓക്കെ. ഒരുപാട് ഇങ്ങനെ മൂക്കൊന്നും വേണ്ട. അപ്പം തന്നെ നമുക്ക് ഈ വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് ഈ കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഒരുപാട് മൂത്തത് കൊണ്ടൊന്നും ഒരുപാട് നന്നായൊന്നും ആരും അല്ല, ഈ ഉള്ളി ഒരുപാട് മുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അല്ലെങ്കിൽ പയറിനൊപ്പം തന്നെ ആയിക്കോളും. ഇനി നമുക്ക് ഈ പയറിട്ട് കൊടുക്കാം. പിന്നെ ഒരു ഇത്തിരി മഞ്ഞൾപ്പൊടി അതുകൂടി നമുക്ക് ആവശ്യമുള്ള ഉപ്പ്, പയറിന് ആവശ്യമുള്ള ഉപ്പ്.
വേണമെങ്കിൽ നമുക്ക് നോക്കിയിട്ടിടാം. പയറൊക്കെ ഒന്ന് പൊട്ടിച്ചും കൂടെ വേണം. ഉപ്പ് കുറച്ചിടാം. ഇത് പോരെങ്കിൽ നമുക്ക് അപ്പം ഇട്ട് വെക്കാം. ഈ പയറൊക്കെ ഒരു കാലത്ത് നമ്മൾ എത്ര കൃഷി ചെയ്താണ് ഓർമ്മയുണ്ടോ? അത് കുറ്റിപ്പയറാണ്. ഇതിനേക്കാളും നല്ല സ്വാദല്ലേ. അല്ല, ഈ പയറും ചെയ്തിട്ടുണ്ട്. ഇതിനെ ഉപയോഗിക്കില്ല. പക്ഷേ മണിയൊക്കെ ആയിട്ടുള്ള പയറുണ്ട്, അതാണ് നമ്മൾ. അല്ല, നമ്മളത് വേനൽക്കാലത്ത് കുറ്റിപ്പയർ നമ്മൾ ഉണ്ടാക്കിയിട്ട് നമ്മുടെ വീട്ടാവശ്യത്തിന് ഉപയോഗിക്കും. പക്ഷെ കൃഷിയിടങ്ങളിൽ കൈപ്പയ്ക്കും ഈ വൈശാലി പയറായിരുന്നില്ലേ? ഇതിനെ വൈശാലി പയറെന്നാണ് വിളിക്കുന്നുണ്ടാവും അല്ലേ? മീറ്റർ പയർ, വൈശാലി പയർ. എന്തിനാ വൈശാലിന്ന് പേര് വന്നമ്മ? ആരോട്? വൈശാലിയോടോ? എന്നോട് ചോദിച്ചിട്ട് ഞാനെന്ത് പറയാനാ? നീ എന്തിനാ എല്ലാ ചോദ്യം എന്നോട് ചോദിക്കണേ? ഞാനാണോ ഈ ലോകത്തിൽ എല്ലാം അറിവുള്ള ഒരാള്? അമ്മ, ഞാൻ അറിവുള്ള ആളൊന്നല്ല. അതെ, ഈ ശൂന്യതയിൽ നിന്നാണ് ഓരോ കുട്ടിയോടും വളർന്നത്. മനസ്സിലായില്ലേ? ഈ കുട്ടിക്ക് ആ കാരണം ഒരു ഭാഷ എന്താ അറിയോ? ആരും പഠിപ്പിക്കാത്തൊരു ഭാഷ. ആ പ്രസവിക്കുന്ന സമയത്ത് എങ്ങനെയാണെന്നറിയില്ല. അതൊരു ഞാൻ വിളിക്കുന്നത് പൂച്ചയാണ്. അമ്മ എന്ന് വിളിച്ചിട്ട് എങ്ങനെ അപ്പോൾ എങ്ങനെയെങ്കിലും അതൊക്കെ കറക്റ്റായിട്ട് നമ്മളൊന്ന് ശ്രദ്ധിച്ച് കേട്ട അമ്മ തന്നെയാണത് വരിക. അതൊന്നും അല്ലാതെ ബാക്കിയെല്ലാം പഠിപ്പിച്ചു തരുന്ന ഈ അമ്മയല്ലേ. ഇപ്പോൾ ഒരു ഉപമ ഞാൻ പറഞ്ഞുതരാം. നേരത്തെ പറഞ്ഞത്, ഇപ്പോൾ ഒരു അമ്മ LKG പഠിക്കുന്ന ഒരു കുട്ടിക്ക് മാത്തമെറ്റിക്സ് പറഞ്ഞു കൊടുക്കുകയാണ്. കണക്ക് പറഞ്ഞു കൊടുക്കുക. എങ്ങനെ അറിയോ? 2ൽ 2 പോയ എത്രയടാന്ന്. അപ്പോൾ വിവരമില്ലാത്ത ആ കുട്ടി, വേറെ വിവരം അതിന് നമുക്ക് എന്താ പറയുക, അതിന് പറഞ്ഞു കൊടുത്താലല്ലേ മനസ്സിലാവുള്ളൂ. അപ്പോൾ വിവരമുള്ള അമ്മ ആ വിവരം വെക്കേണ്ട കുട്ടിയോട് പറഞ്ഞു, മോനെ 2ൽ 2 പോയ എത്രയാണെന്ന്. അപ്പോൾ കുട്ടി പറഞ്ഞു 5 ആണെന്ന്. അപ്പോൾ പറഞ്ഞു, എടാ 2ൽ 2 പോയ എത്രടാ പറയടാ മര്യാദയ്ക്കെന്ന് പിന്നെ അമ്മ. അപ്പോൾ കുട്ടി പേടിച്ചിട്ട് നിലവിളിച്ചിട്ട് അമ്മ 5 അമ്മ പറഞ്ഞു. അപ്പോൾ അമ്മ പറഞ്ഞു കൊടുക്കേണ്ടത് അതെങ്ങനെയാണ് 2ൽ 2 പോയ എത്ര ഉണ്ടാവുമെന്ന്. അതിൻ്റെ പകരം ബുദ്ധിശാലിയായ അമ്മ എന്ത് ചെയ്തറിയോ? എടാ നിനക്ക് ഞാൻ 2 ദോശ തന്നു, ആ 2 ദോശയും പോയാൽ ബാക്കി എന്താ ഉള്ളത് ചോദിച്ചു. അപ്പോൾ കുട്ടി എന്ത് പറയും? കുട്ടിയുടെ ബുദ്ധിക്ക് ചട്നി എന്ന് പറഞ്ഞു. അപ്പോൾ അമ്മ, എടാ നിന്നെ കൊല്ലും ഞാൻ, എടാ ചട്നിയും പോയി, അപ്പം പിന്നെ എന്താ ഉള്ളത് എന്ന്. അപ്പോൾ കുട്ടി സ്വാഭാവികമായിട്ട് പറഞ്ഞു പ്ലേറ്റ് എന്ന്. അപ്പോൾ അമ്മ ചിരിച്ചല്ലോ. ആ കുട്ടിയുടെ ഭാഗത്ത് ആദ്യം പറഞ്ഞത് തെറ്റാണ്. 2ൽ 2 പോയ എത്രയാണ് 5 എന്ന് പറഞ്ഞു. അമ്മയ്ക്കത് അതങ്ങനെയല്ല മോനെ, 2ൽ 2 പോയത് എങ്ങനെയാണത് ഇങ്ങനെയാണ് ആവുക എന്ന് പറഞ്ഞു കൊടുക്കുക. അതിൻ്റെ പകരം ദോശേനെടുത്തു. നിനക്ക് 2 ദോശ തന്നു, ആ 2 ദോശ പോയാൽ ബാക്കി എന്താണെന്ന് ചോദിച്ചപ്പോൾ കുട്ടി പറഞ്ഞു ചട്നി ഉണ്ടമ്മ പറഞ്ഞു. എടാ കുരുത്തം കെട്ടവനെ, ചട്നിയും പോയി, ഇനി എന്താടാ അതിലുള്ളത് പറഞ്ഞപ്പോൾ കുട്ടി പറഞ്ഞു ആ കാലി പ്ലേറ്റ് അതിലിട്ട് കൊടുക്കാം. ആ പ്ലേറ്റ് എടുത്താൽ കുട്ടിയുടെ തലക്കടിക്കേ വേണ്ട. അപ്പൊ ആരിൻ്റെയാണ് തെറ്റ്? തെറ്റേ ആ മണ്ടൻ കുട്ടി, നിന്നെ പോലെയുള്ള മണ്ടനെ പഠിപ്പിക്കാൻ പോയ അമ്മയുടെ കുട്ടി. അങ്ങനെയായോ? അല്ലാണ്ട് ആ കുട്ടിക്ക് വിവരമില്ല. അതിന് ശാന്തമായി നമ്മൾ മനസ്സിലാക്കി കൊടുക്കേണ്ട രീതിയിൽ മനസ്സിലാക്കി കൊടുക്കണം എന്നുള്ള ഒരു വിവരവും അമ്മയ്ക്ക് ഉണ്ടായില്ല. അപ്പൊ അമ്മയുടെ ഭാഗത്ത് ഒരു തെറ്റുമില്ല. അല്ല, അമ്മ പറഞ്ഞു കൊടുത്തിട്ടൊക്കെ ഉണ്ടാവും. കുട്ടി അങ്ങനെ ആയിരിക്കും ചോദിച്ചിട്ടുണ്ടാവും. അങ്ങനെ വിചാരിച്ചു. അതിന് ആ പിഞ്ചു കുട്ടിയുടെ തലമണ്ടയ്ക്ക് പ്ലേറ്റ് കൊണ്ട് അടിക്കാൻ പാടുമോ? അത് പാടില്ല. ആ മുട ആ കുട്ടിയുടെ തല ഇരുന്നുണ്ടെങ്കിലോ പാടും. അതൊക്കെ ഭയങ്കര വലിയ ദ്രോഹല്ലേ. അതുപോലെ ഞാൻ വേറൊരു കാര്യം കൂടി ചോദിച്ചിട്ടേ, കുറച്ചു നേരം തുറന്നു വെച്ച് കഴിക്കാം. എന്താ പറയുക, വെള്ളം ഉണ്ടാവും ഈ പയറിന് തന്നെ. അപ്പൊ നമുക്ക് ഈ പയറ് ക്യാബേജൊക്കെ അങ്ങനെ തുറന്നു വെച്ച് പിന്നീട് ആ കുട്ടി വലുതായിട്ട് അമ്മയോട് ചില ചോദ്യങ്ങൾ ചോദിക്കാന്ന് വിചാരിച്ചു. അപ്പൊ കുട്ടിക്കും വിവരമുണ്ട്, കുട്ടി വലുതായി. അമ്മയ്ക്ക് അതിനേക്കാളിനും വിവരമുണ്ടാവും, അമ്മ അതിനേക്കാളിനും വലുതായിരിക്കണം. അപ്പൊ അമ്മ എന്താ പറയാന്ന് നമുക്ക് നോക്കാം. യഥാർത്ഥത്തിൽ അമ്മ ഈ വെള്ളത്തിനാണോ ദാഹത്തിനാണോ ഏറ്റവും കൂടുതൽ പ്രാധാന്യം എന്ന് വെച്ചാൽ വെള്ളമാണോ വലുത്, ദാഹമാണോ വലുത്? വെള്ളം തന്നെ വലുത് ആണോ? എന്നാലേ ഞാൻ പറയട്ടെ, വെള്ളം കിട്ടിയാലല്ലേ ദാഹം മാറുള്ളൂ. അപ്പൊ വെള്ളല്ലേ വലുത്. വെള്ളത്തിനാണോ വില, ദാഹത്തിനാണോ വില? അങ്ങനെ പറഞ്ഞല്ലേ. ഇപ്പൊ ദാഹിക്കുമ്പോ നമ്മള് വെള്ളം കുടിക്കും. അപ്പൊ നമുക്ക് വെള്ളം വലുതല്ലേ. ദാഹിക്കുമ്പോ വെള്ളം കിട്ടാണ്ടിരുന്നാലോ? എന്നാ ഞാൻ പറയട്ടെ, നമുക്ക് ദാഹിക്കണേ ഇല്ല. അപ്പൊ വെള്ളം ഉണ്ടായിട്ട് എന്താ കാര്യം? ദാഹത്തിന് തന്നെയാണ് വില. മനസ്സിലായില്ലേ? അമ്മ ഒന്ന് ശ്വാസം വലിക്കൂ, പുറത്തേക്ക് വിടും. ഒരു 2-3 പ്രാവശ്യം ചെയ്യൂ. അല്ല, എക്സസൈസ് ആണെന്ന് വിചാരിച്ചോളൂ. അപ്പം ഇങ്ങോട്ട് നോക്കൂ. അപ്പൊ രണ്ടാമത്തെ ചോദ്യം, ഇപ്പൊ എന്താ അമ്മ വലിച്ചു വിട്ടത്? ശ്വാസത്തിനാണോ വില? ശ്വാസമാണോ വലുത്, മരണമാണോ വലുത്? ഈ രണ്ടിൽ ഏതിനാണ് ഏറ്റവും കൂടുതൽ വില? ആണോ? അതുണ്ടെങ്കിലല്ലേ മരണം വന്ന് നമ്മളെ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അല്ലാണ്ട് മരണം വെറുതെ വന്നിട്ട് നാണം കെട്ട് തിരിച്ചു പോയില്ലേ? അപ്പൊ രണ്ടാമത്തേര് ജയിച്ചു. ഇനി ഒരേ ഒരു ചോദ്യം കൂടി ചോദിക്കട്ടെ. അല്ല, ചോദിക്കാൻ പാടില്ലേ? അല്ല, യഥാർത്ഥത്തിൽ
വിശ്വാസത്തിനാണോ വില, സ്നേഹത്തിനാണോ വില? സ്നേഹം. അല്ല അമ്മ, ഈ വിശ്വാസമില്ലാത്ത സ്നേഹം എന്താ ഉപ്പിലിട്ട് വെക്കാനമ്മ? അമ്മ വിശ്വാസം ഉണ്ടെങ്കിൽ അവിടെ സ്നേഹമുള്ളൂ. നമ്മുടെ ഉള്ളിൽ എനിക്കിപ്പോൾ അമ്മേനോട് വിശ്വാസം ഇല്ലെങ്കിൽ എനിക്ക് എൻ്റെ അമ്മേനെ എങ്ങനെയാണ് സ്നേഹിക്കാൻ പറ്റുക? അമ്മ സ്നേഹം ഉണ്ടാവണമെങ്കിൽ അതിനൊപ്പം തന്നെ വിശ്വാസം കൂടി ഉണ്ടാവണം. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ അച്ഛനോട് അമ്മയ്ക്ക് വിശ്വാസം ഇല്ലെങ്കിൽ ആ സ്നേഹം ഒരു നാടകമല്ലേ? സ്നേഹം എങ്ങനെ ഉണ്ടാവുക? ഭംഗി കണ്ട് സ്നേഹം ഉണ്ടാവുക, പൈസ കൊണ്ട് സ്നേഹം ഉണ്ടാവുക, കഴിവ് കണ്ട് സ്നേഹം ഉണ്ടാവുക. പക്ഷെ വിശ്വാസം എന്ന് പറയുന്നത് അങ്ങനെ ഉണ്ടാവില്ല. ഒരു വ്യക്തിയെ നമ്മൾ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ നമ്മളെക്കാട്ടിലും കൂടുതൽ ആ വ്യക്തിയെ നമ്മളെന്താ പറയുക, വില മതിക്കുന്നു എന്നർത്ഥം. അപ്പോൾ വിശ്വാസത്തിനാണ് വില കൂടുതൽ. അപ്പോൾ ആ സ്നേഹത്തിന് വിലയുള്ളൂ. മനസ്സിലായില്ലേ? അമ്മ ഒരുപാട് ഒരു വ്യക്തിനെ സ്നേഹിക്കുന്നുണ്ട്, 5 പൈസയുടെ വിശ്വാസം ഇല്ലെങ്കിൽ ആ സ്നേഹത്തിന് എന്ത് വിലയുള്ളത്? അപ്പോൾ ഇപ്പോൾ ആ കുട്ടിയുടെ 3 ചോദ്യത്തിന് 2 ചോദ്യങ്ങളിൽ തോറ്റ അമ്മയ്ക്കാണോ ബുദ്ധി, ആ മകനാണോ ബുദ്ധി? അപ്പോൾ അന്ന് പ്ലേറ്റ് കൊണ്ട് മകനെ അടിച്ചില്ലേ, ഇന്ന് ആ മകൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ വെറുതെ ചിരിക്കല്ലാണ്ട്? അപ്പോൾ നോക്കൂ, ഈ ബുദ്ധി ഇല്ലായ്മയല്ല. ബുദ്ധി എന്ന് പറയണത് എൻ്റെയും സ്വന്തമല്ല, അമ്മയുടെയും സ്വന്തമല്ല, അപ്പുറത്തുള്ളവൻ്റെയും സ്വന്തമല്ല. അത് നമ്മളിങ്ങനെ തിരഞ്ഞു പോയി കണ്ടുപിടിച്ച് പിടിച്ചു കൊണ്ടുവന്ന് നമ്മുടെ ഉള്ളിൽ ഒതുക്കി വെച്ചിട്ട് സ്വീകരിച്ച് ചിത്രീകരിച്ച് ചിന്തിച്ച് ഉണ്ടാക്കേണ്ടതാണ്. മനസ്സിലായില്ലേ? ഇപ്പം മനസ്സിലായോ അമ്പൂന്? ഇനിയിപ്പോൾ കുറേ ദിവസമായില്ലേ, എപ്പോഴും അമ്മ പറയാറുണ്ടല്ലോ, അല്ല അമ്മ പറയാറുള്ളതല്ല, അമ്മ എന്നോട് പറയാറുണ്ടല്ലോ, ഇങ്ങനെ ഒരുപാട് പേരെന്നെ നമ്പർ ചോദിക്കുന്നുണ്ടെന്ന്. അപ്പം ഞാൻ ചോദിക്കണത്, ഈ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് വലിയൊരു സംഭവമാണ്. ഇത് വിട്ടുപോയാൽ ബന്ധങ്ങളുടെ ഊർജ്ജം കുറഞ്ഞു പോകും. നമ്മളൊരു ദിവസം കണ്ടില്ലെങ്കിൽ അവരെന്ത് ചെയ്യും പാവം? അവിടെ ഇരുന്നൊരു ഏതെങ്കിലും ഒരു മെസ്സേജിലൂടെ ചേച്ചി സുഖമാണോ എന്നിട്ട് ചോദിക്കും. അതിൻ്റെ പകരം ഇപ്പം നിങ്ങളുടെ അക്ഷരത്തോടെ അല്ലേ, ഒരു ഹാൻഡ് റൈറ്റിംഗ് മാത്രം, ഒരു മെസ്സേജിലൂടെ മാത്രം അറിയാവുന്ന വ്യക്തികളെ നിങ്ങൾക്ക് നേരിട്ട് സംസാരിക്കാൻ പറ്റുക, അത് സന്തോഷമാണോ? സന്തോഷം തന്നെ. അതൊരിക്കലും ഒരു ശല്യാവില്ലല്ലോ. എന്താറിയോ, കുറേ പേര് പറഞ്ഞു ഞങ്ങൾ വാട്സപ്പിൽ നമ്പർ ഇട്ടു ചേച്ചി, അത് നമ്പർ ഇട്ടത് കാണുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ടോ. അത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. അവർ ഈ മെസ്സേജ് ഇടുന്ന സമയത്ത് അവരുടെ നമ്പർ എനിക്ക് ഇട്ടുന്നു, പക്ഷെ അതിന് കാണാനില്ല. അവർക്ക് മനസ്സിലായി അത് കാണുന്നില്ല എന്ന്. അത് കുറേ പേര് പറഞ്ഞു, മറിയം ജോർജ് ആ ചേച്ചി പറഞ്ഞു, പിന്നെ കുറേ പേര് പറഞ്ഞു, ബാംഗ്ലൂരിൽ നിന്ന് ഏതൊരു കുട്ടി പറഞ്ഞു. അപ്പോൾ അവരുടെ നമ്പർ അവർ നമുക്ക് മെസ്സേജ് ഇടുമ്പോൾ അതിലിട്ടു, പക്ഷെ ആ നമ്പർ അതിൽ കാണുന്നില്ല. അത് എന്തുകൊണ്ടാണെന്ന് ചോദിക്കുമ്പോൾ എനിക്കും അറിയില്ല. ഞാനും കണ്ടിട്ട് അവരും കണ്ടു. അപ്പോൾ കുറച്ച് പേര് അമ്മയോട് സംസാരിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്, അമ്മ എല്ലാവരോടും സംസാരിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. കുറേ പേരൊക്കെ ഈ നമ്പറിൽ വിളിക്കുക സംസാരിക്കുക എന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് നമ്പർ കൊടുക്കണം അല്ലേ? ഇപ്പോൾ ചിലരൊക്കെ അയ്യോ വാട്സപ്പിൽ ഞാൻ എൻ്റെ നമ്പർ ഇട്ടത് എങ്ങനെയെന്നൊക്കെ ചോദിച്ചു എൻ്റെ അടുത്ത്. അപ്പോൾ അവർക്കൊക്കെ ആഗ്രഹം ഉണ്ടായിട്ടല്ല. ഞാൻ കുറേ 2 മാസം മുമ്പ് പറഞ്ഞു ഞങ്ങൾക്ക് നമ്പർ തരാമെന്ന് പറഞ്ഞു, ഇതുവരെ കൊടുത്തില്ല. അപ്പോൾ നമ്പർ കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്പർ കൊടുക്കാം. അപ്പോൾ നമ്പർ കൊടുക്കുമ്പോൾ അമ്മയ്ക്ക് എന്തെങ്കിലും വയ്യായ്മ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ 1-2 ദിവസം ചിലപ്പോൾ ഇങ്ങനെ ഇപ്പോൾ കുറേ ദിവസമൊക്കെ മെസ്സേജ് ഇടാൻ പറ്റാണ്ടായില്ലേ, അങ്ങനെയൊക്കെ ആവുന്ന സമയത്ത് അവർക്ക് അമ്മേനെ വിളിച്ച് ചോദിക്കാം, സംസാരിക്കാം അല്ലേ? അതുപോലെ എനിക്ക് അവരെയും വിളിക്കണം, അവരുടെ നമ്പർ പിന്നെ കിട്ടുമല്ലോ. അപ്പോൾ അവരിനെ വിളിച്ചിട്ട് എനിക്ക് എന്താ വരാതിരുന്ന് കാണാതിരുന്ന് പോലെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ വീണ്ടും അമ്മയ്ക്കൊരു ഫോൺ വന്നു. അതോടുകൂടിയിട്ട് അത് കട്ടാക്കിയിട്ട് ആ ഫോണിൽ സംസാരിക്കേണ്ടി വന്നു. അത്യാവശ്യമായൊരു ഫോണായിരുന്നു. അപ്പോൾ എന്താ നമ്മൾ പറഞ്ഞുകൊണ്ട് വന്നത്? ഫോൺ നമ്പർ 2 ഫോൺ നമ്പർ തരുന്നുണ്ട്. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ വിളിക്കുന്ന സമയത്ത് ഞാൻ വേറൊരു ഫോണിൽ സംസാരിക്കുകയാണെങ്കിൽ നിങ്ങൾ വിളിക്കുന്ന നമ്പർ എനിക്ക് എടുക്കാൻ പറ്റിയില്ലെങ്കിൽ അപ്പോൾ ഞാൻ തിരിച്ച് നിങ്ങളെ വിളിച്ചോളാം കേട്ടോ. അല്ലാതെ വേറെ ഒന്നും വിചാരിക്കരുത്. ഞാൻ നിങ്ങളെല്ലാവരുടെയും ഫോണും അറ്റൻഡ് ചെയ്യും. ഏത് ഫോണാണെങ്കിലും തിരിച്ചു വിളിക്കും. അപ്പോൾ ആ സമയത്ത് ഞാൻ തിരിച്ചു വിളിച്ചു. അപ്പോൾ ആ സമയത്ത് ചിലപ്പോൾ എടുക്കാൻ പറ്റില്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്പർ നോക്കിയിട്ട് തിരിച്ചു വിളിക്കുന്നതായിരിക്കും. ഈ നമ്പർ നിങ്ങൾക്ക് എന്നോട് സംസാരിക്കാൻ ഒരുപാട് താല്പര്യമുള്ളവരുണ്ട്, ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാനിന്ന് നമ്പർ തരാണ്. അപ്പോൾ നമ്പർ എന്താണെന്ന് പറഞ്ഞാൽ അതിൽ എഴുതും ചെയ്യാം. നമുക്ക് ക്യാപ്ഷൻ്റെ ഒപ്പം നമ്പർ അതിൽ ഇട്ടുണ്ടാവുക. എന്നാലും ഒരു പ്രാവശ്യം പറയാം, 8075044380 8075044380 ഒരു നമ്പർ. 8848779201 ഇനിയൊരു നമ്പർ അല്ലേ? അപ്പോൾ ഈ 2 നമ്പറിൽ ഏതിലെങ്കിലും ഒന്നിൽ ഉറപ്പായിട്ട് 2ലും കിട്ടും. അപ്പോൾ ഒന്നിൽ കിട്ടിയില്ലെങ്കിൽ അടുത്തേൽ ഉറപ്പായിട്ടും കിട്ടും. അല്ലെങ്കിൽ വിളിച്ചിട്ട് കോൾ കിട്ടാണ്ട് പോയാൽ തീർച്ചയായിട്ടും വിളിച്ചിട്ടുണ്ടാവും. അപ്പോൾ മെസ്സേജിലൂടെ മാത്രം കേട്ട വ്യക്തികളോട് ഇനി നേരിട്ട് സംസാരിക്കാൻ പോവുകയാണ് അല്ലേ? അപ്പോൾ അവൻ്റെ ശബ്ദം കേൾക്കാം,
അവരോട് നേരിട്ട് സംസാരിക്കുമ്പോൾ അതൊരു പ്രത്യേക സന്തോഷമല്ലേ. ഇതിപ്പോൾ മെസ്സേജിലൂടെ അനുഭവിക്കുന്നതിനേക്കാളും നല്ല സന്തോഷമായിരിക്കുമല്ലോ അല്ലേ. അപ്പോൾ അതൊരു സന്തോഷം. ഞാൻ ഇന്ന് ശരിക്കും ഈ വീഡിയോ എടുക്കുമ്പോൾ വന്നത് ഈ നമ്പർ തരാൻ വേണ്ടിയിട്ടാണ്. കാരണം പലരും ഇങ്ങനെ ചോദിക്കുമ്പോൾ എനിക്ക് തന്നെ ഒരു വിഷമം തോന്നി. പക്ഷേ അവർ എത്ര സ്നേഹത്തോടെ ചോദിക്കുന്നത്, എന്നിട്ട് ഞാൻ ഇത്ര ദിവസം നമ്പർ കൊടുത്തില്ലല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഞാൻ നമ്പർ തരികയാണ്. നിങ്ങൾ എന്നെ വിളിക്കുക, സംസാരിക്കുക. ഓക്കെ, അപ്പോൾ സന്തോഷമായില്ലേ? എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ അത് മറന്നു. അപ്പോൾ ഇതുമായി അതിൻ്റെ ഒപ്പം നമ്മുടെ മെഴുക്ക് വരട്ടിയായി കണ്ടില്ല. നല്ല പയറാന്ന് തോന്നുന്നു. അത് കാരണം നല്ല സൂപ്പറായിട്ടുണ്ട്, വേവൊക്കെ പാകമായിട്ട്. അപ്പോൾ നമ്മുടെ മെഴുക്ക് വരട്ടി ശരിയായി. ഇനി നമുക്ക് എന്തെങ്കിലും ഒരു കറി വെക്കണം. അത് അപ്പോൾ ഞാൻ നമ്പർ തരാൻ വേണ്ടിയിട്ട് മാത്രം ഒരു വീഡിയോ ചെയ്തതാണ്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ അങ്ങനെ പറഞ്ഞു എന്ന് മാത്രം. അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷം എന്നെ നേരിട്ട് അടുക്കളയിൽ കാണല്ലേ, സന്തോഷമായില്ലേ? ഇനി ഇടയ്ക്ക് നമുക്കൊക്കെ ഫോണിൽ കൂടെ ഒക്കെ സംസാരിക്കുക അല്ലേ, അതൊരു സന്തോഷമല്ലേ. അതെ അതെ, ബന്ധങ്ങൾ ഇപ്പോൾ നമ്മൾ ഈ കുറച്ച് ദിവസം വീഡിയോയിൽ വരാണ്ടിരുന്നാലും നമ്മൾ പരസ്പരം ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവർക്ക് അമ്മേനെ വിളിച്ച് ചോദിക്കുക, അവൻ്റെ നമ്പർ നമ്മുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ അവരെ തിരിച്ച് വിളിക്കാം, കാര്യങ്ങൾ പറയാം. അതിൻ്റെ ഒരു സന്തോഷം വേറെയാണ്. ചിലപ്പോൾ ചില മെസ്സേജുകൾ കാണാണ്ടാവുമ്പോൾ എന്താണാവോ 2 ദിവസമായിട്ട് അവരുടെ മെസ്സേജ് വന്നില്ല എന്ന് ഞാനും ചിന്തിക്കും. എന്നെ കാണാണ്ടാവുമ്പോൾ അപ്പം നിങ്ങൾക്കൊന്ന് വിളിച്ച് ചോദിക്കാം. അപ്പോൾ ഒരിക്കലും എന്താ പറയുക, ഒരു അകൽച്ച തോന്നില്ല. കുറച്ച് ദിവസം വീഡിയോ കാണാണ്ടിരുന്ന ആരെങ്കിലും മറന്നു പോവേ, അല്ലെങ്കിൽ ചില മെസ്സേജുകൾ വരാണ്ടായ അവർ നമ്മൾ മറന്നു പോവുക, അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ഈ കമ്മ്യൂണിക്കേഷനോട് കൂടി ബന്ധം ഒന്നുകൂടി ഊർജ്ജമാവും. എന്നും പറയാറുള്ള പോലെ ഇന്നും പറയുകയാണ്, എല്ലാ ബന്ധത്തിൻ്റെയും ജീവനാഡി എന്ന് പറയുന്നത് സംസാരം തന്നെയാണ്. അത് നിരച്ചു പോയ ലോകത്തെല്ലാം മരിച്ചു പോയതിന് തുല്യമാണ് അല്ലേ. എത്ര അടുത്ത ബന്ധമാണെങ്കിലും നമ്മുടെ ഉള്ളിൽ നമ്മുടെ ഇടയ്ക്കൊന്ന് സംസാരിക്കേണ്ടുന്ന, ഇടയ്ക്കൊന്ന് അന്വേഷിക്കേണ്ടിരുന്ന, ഇടയ്ക്കൊന്ന് വിളിക്കേണ്ടിരുന്ന ആ ബന്ധങ്ങൾക്ക് എന്ത് വിലയുള്ളത് അല്ലേ. എത്ര അടുത്ത ബന്ധമാണ്. ചിലരൊക്കെ വിചാരിക്കും അവർ വിളിച്ചോട്ടെ, ഞങ്ങൾ വിളിക്കില്ല എന്ന് വിചാരിക്കും. വിളിക്കുന്നവനാണ് യഥാർത്ഥ മനസ്സുള്ള വ്യക്തി. അല്ലാണ്ട് അവർ വിളിച്ചാൽ മാത്രം സംസാരിക്കുള്ളൂ എന്ന് പറയുന്നവർക്ക് മനസ്സില്ലാത്ത വ്യക്തിയാണ്. അവർക്ക് ആരോടും സ്നേഹമില്ലാത്തവരാണ്. സ്നേഹമുള്ളവർ വിളിക്കും, സംസാരിക്കും അല്ലേ. ചില വ്യക്തികൾ, ചില ബന്ധുക്കളുണ്ട്, എല്ലാ വീടുകളിലും കാണും. നമ്മൾ അങ്ങോട്ട് വിളിക്കാല്ലാണ്ട് അവർ നമ്മളൊരിക്കലും വിളിക്കില്ല. അതിൻ്റെ അർത്ഥം എന്തോ തോറ്റു കൊടുക്കുക, എന്തോ ജയിച്ചു എന്നുള്ളതാണ്. അതൊന്നും അല്ല. നമ്മൾ അങ്ങോട്ട് വിളിച്ചാൽ തന്നെ 1-2 വാക്ക് പറഞ്ഞിട്ട് അതെ ഞാൻ ഇന്ന സ്ഥലത്താണ്, ഞാൻ ഇത്തിരി തിരക്കിലാണ്, ഞാൻ പിന്നെ അങ്ങോട്ട് വിളിക്കാന്ന് പറയും. പിന്നെ മാസങ്ങളോളം അവർ വിളിക്കുകയില്ല. അപ്പൊ നമുക്ക് അവരുടെ ദൃഷ്ടിയിൽ അത്രയും വിലയുള്ളൂ എന്നാണ് നമ്മുടെ കണക്കാക്കുന്നത്. അങ്ങനെ എത്രയോ ബന്ധുക്കളുണ്ട്. അങ്ങനെ ആകുമ്പോ എന്താ പറയുക, നമുക്ക് തോന്നും അത് ശരി, നമ്മൾ ഇത്രയും സമയം, നമുക്കും സമയം ഉണ്ടായിട്ടൊന്നല്ലല്ലോ, എല്ലാവർക്കും സമയക്കുറവുണ്ടാവും അല്ലേ. ഓരോ തിരക്കിലായി, ജീവിതം തന്നെ തിരക്കാണ്. അപ്പൊ നമ്മൾ വിളിക്കുമ്പോൾ അത് മുഴുവൻ കേട്ട് അതിന് മറുപടി പറയാൻ പോലും താല്പര്യമില്ലാതെ ഞാൻ പിന്നെ വിളിക്കാം, കുറച്ച് കഴിഞ്ഞ് വിളിക്കാം, ഞാനിപ്പോൾ ഇന്ന സ്ഥലത്താണ് അല്ലെങ്കിൽ ഞാൻ തിരക്കിലാണെന്ന് പറയുമ്പോൾ നമുക്കതൊരു വിഷമമാണ്. നമ്മൾ പറയുന്നത് മുഴുവൻ കേൾക്കാനെങ്കിലും ഒരു ആഗ്രഹം. അതുപോലെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ സംസാരിക്കുക. ഒരു 2 മിനിറ്റ് മതി. എന്നിട്ട് ഓക്കെ സുഖാണോ അങ്ങനെ സംസാരിച്ച് ഫുള്ള് നമ്മൾ സംസാരിക്കുന്നത് അങ്ങോട്ട് പൂർത്തിയാക്കിയതിന് ശേഷം ഫോൺ വയ്ക്കുക. അതൊക്കെയല്ലേ ഒരു സ്നേഹം. അപ്പോൾ ഈ സ്നേഹബന്ധം എന്നും നിലനിൽക്കാൻ ഈ ഫോൺ നമ്പർ അത്യാവശ്യമാണെന്ന് എനിക്ക് തോന്നി. കാരണം നമുക്ക് എന്തെങ്കിലുമൊക്കെ വിളിക്കുക, സംസാരിക്കുക. എവിടെയെങ്കിലൊക്കെ നമ്മൾ വരുമ്പോൾ, ഏതെങ്കിലുമൊക്കെ നാട്ടിൽ നമ്മൾ എത്തിപ്പെടുമ്പോൾ അവിടെ ഉള്ളവരെ വിളിക്കുക. ഞങ്ങൾ വരുന്നുണ്ട്, നിങ്ങളെ കാണാൻ പറ്റുമെന്ന് എനിക്ക് ചോദിക്കാം. തീർച്ചയായിട്ടും അങ്ങനെ പലതും ഉണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്തായാലും നമ്പർ കൊടുക്കാൻ ഞങ്ങൾ തീരുമാനിച്ചു. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും സ്നേഹത്തോടെ ബായ്.